യേശു കടലിന്മീതെ നടക്കുന്നത്. യേശു കടലിന്മീതെ നടക്കുന്നത്. താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ തൻ്റെ ശിഷ്യന്മാരെ ഉടനെ പടക് കയറി അക്കരെ ബത്സയിദയ്ക്ക് നേരെ മുന്നോടുവാൻ നിർബന്ധിച്ചു. അവരെ പറഞ്ഞയച്ച് വിട്ട ശേഷം താൻ പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി. വൈകുന്നേരം ആയപ്പോൾ പടക് കടലിന്റെ നടുവിൽ, താൻ ഏകനായ കരയിലും ആയിരുന്നു. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവൻ തണ്ട് വലിച്ച് വലയുന്നത് അവൻ കണ്ട് ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടലിന്മേൽ അവരുടെ അടുക്കൽ ചെന്ന് അവരെ കടന്നു പോകുവാനായിട്ട് ഭാവിച്ചു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതമെന്ന് അവർ നിരൂപിച്ച് നിലവിളിച്ചു. എല്ലാവരും അവനെ കണ്ട് ഭ്രമിച്ചിരുന്നു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യപ്പെടുവിൻ, ഞാൻ തന്നെ ആകുന്നു. എല്ലാവരും അവനെ കണ്ട് ഭ്രമിച്ചിരുന്നു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യപ്പെടുവിൻ, ഞാൻ തന്നെ ആകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്ന് പടകിൽ കയറി. കാറ്റ് അമർന്നു. അവർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ചാശ്ചര്യപ്പെട്ടു. അവരുടെ ഹൃദയം കടുത്തിരുന്നുകൊണ്ട് അപ്പത്തിന്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല. ഗന്നസരേത്തിലെ വ്യാധിക്കാർ സൗഖ്യമാക്കപ്പെട്ടത്. അവർ അക്കരെ എത്തി ഗന്നസരേത്ത് ദേശത്ത് അണഞ്ഞു. അവർ പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ജനങ്ങൾ അവനെ അറിഞ്ഞു. ആ നാട്ടിലൊക്കെയും ചുറ്റി ഓടി അവനുണ്ട് എന്ന് കേൾക്കുന്ന ഇടത്തേക്ക് ദീനക്കാരെ കിടക്കയിൽ എടുത്തും കൊണ്ട് വന്നു. ഗുഡ് റെയിൻ ഈസ് ഗോയിങ് ടു കം. ഇടിമിന്നലൊക്കെ വരുന്നുണ്ട്. അവൻ ഉണ്ട് എന്ന് കേൾക്കുന്ന ഇടത്തേക്ക് ദീനക്കാരെ കിടക്കയിൽ എടുത്തും കൊണ്ട് വന്നു തുടങ്ങി. ഊരുകളിലോ പട്ടണങ്ങളിലോ കുടികളിലോ അവൻ ചെന്നിടത്തൊക്കെയും അവർ ചന്തകൾ രോഗികളെ കൊണ്ടുചെന്ന് വെച്ചു. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊടേണ്ടതിന് അപേക്ഷിക്കുകയും അവനെ തൊട്ടവർക്കൊക്കെയും സൗഖ്യം വരികയും ചെയ്തു. ആമേൻ. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ അഥവാ അഗ്രം തൊങ്ങലെങ്കിലും തൊടേണ്ടതിന് അപേക്ഷിച്ച് അവനെ തൊട്ടവർക്ക് ഒക്കെ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. നോക്കി, യേശുക്രിസ്തുവിൽ നിന്ന് ദൈവികമായ സൗഖ്യം പ്രവഹിക്കുമായിരുന്നു. അപ്പൊ നമുക്ക് ഇപ്പോ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം വായിക്കാനാണ് ഞാൻ തുടങ്ങിയത്. അപ്പം നമുക്ക് ഇങ്ങനെ വശത്തേക്ക് നോക്കിയപ്പോൾ 6-ാം അധ്യായം നമ്മൾ വായിച്ചു. 6-ാം അധ്യായം പകുതി മുതലാണ് വായിച്ചത്. ഇതെല്ലാം ഒരു ദൈവഹിതമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മളെല്ലാം ഗൈഡ് ചെയ്യുന്നത് ദൈവം തന്നെയാണ്. നമ്മൾ ഇരിക്കുന്നു, എഴുന്നേൽക്കുന്നതും എല്ലാം ചെയ്യുന്ന ദൈവമാണ്. ദൈവം അറിയാതെ നമ്മുടെ ചലനങ്ങളെല്ലാം ഇറ്റ് ഈസ് പ്ലാൻഡ് ആൻഡ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും നമുക്ക് ദൈവത്തെ കാണുകയാണ്. യേശു കടലിന്മീതെ നടക്കുന്നത് താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ. അപ്പം അതിനു മുമ്പ് എന്തോ അത്ഭുതങ്ങളൊക്കെ യേശു ചെയ്ത 5 അപ്പത്തെയും 2 മീനെയും 2 മീന് 5 അപ്പത്തെയും 2 മീനെയും കൊണ്ട് അത്ഭുതം പ്രവർത്തിപ്പിച്ചു. അതിനുശേഷം ജനത്തെ എല്ലാം പറഞ്ഞതിന് ശേഷം യേശു കടലിന്മീതെ നടക്കുന്നു. താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ തൻ്റെ ശിഷ്യന്മാരെ ഉടനെ പടകേറിയ അക്കരയ്ക്ക് ബത്സയിദയ്ക്ക് നേരെ മുന്നോട്ടോടുവാൻ നിർമ്മ. അപ്പം അടുത്ത പ്രദേശങ്ങളിലും സുവിശേഷം അറിയിപ്പാനും അത്ഭുത രോഗികളെ സൗഖ്യമാക്കാനൊക്കെ യേശു പ്രതിജ്ഞാബദ്ധനായിരുന്നു. അപ്പോൾ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ, അഥവാ ഈ അനേക ആളുകളെ
യേശുവിൻ്റെ വചനം കേൾക്കുവാനായിട്ട് വന്നു. അടുത്ത നമുക്ക് പാരാഗ്രാഫും കൂടെ വായിക്കാം. യേശു 5000 പോഷിപ്പിക്കുന്നു. പിന്നെ അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നുകൂടി ഞങ്ങൾ ചെയ്തതും ഉപദേശിച്ചതും എല്ലാം അറിയിച്ചു. വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ലായകൊണ്ട് അവൻ അവരോട്, നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുവിനെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പടകിൽ കയറി ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് പോയി. അവർ പോകുന്നത് പലരും കണ്ട് അറിഞ്ഞ് എല്ലാ പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവിടേക്ക് ഓടി അവർക്ക് മുമ്പേ എത്തി. അവൻ പടകിൽ നിന്ന് ഇറങ്ങിയാറിയ വലിയ പുരുഷാരത്തെ കണ്ടു. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞു. അവർക്ക് മുമ്പായി എത്തി. അവൻ പടകിൽ നിന്ന് ഇറങ്ങിയാറിയ വലിയ പുരുഷാരത്തെ കണ്ടു. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞു. പലതും ഉപദേശിച്ചു തുടങ്ങി. പിന്നെ നേരം നന്നേ വൈകിട്ട് ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു. ഇത് നിർജ്ജന പ്രദേശം അല്ലോ, നേരവും നന്നേ വൈകി, ഭക്ഷിപ്പാൻ ഇല്ലായ്കയാൽ അവർ ചുറ്റുമുള്ള കുടികളിലും ഊരുക്കളിലും ചെന്ന് ഭക്ഷിപ്പാൻ വല്ലതും കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. ഭക്ഷിപ്പാൻ വല്ലതും, ഇത് നിർജ്ജന പ്രദേശമല്ലോ, നേരം നന്നേ വൈകി, ഭക്ഷിപ്പാൻ ഇല്ലായ്കയാൽ അവൻ ചുറ്റുമുള്ള കുടികളിലും ഊരുക്കളിലും ചെന്ന് ഭക്ഷിപ്പാൻ വല്ലതും കൈക്കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് കൽപ്പിച്ചതിന് ഞങ്ങൾ പോയി 200 വെള്ളിക്കാശ് അപ്പം കൊണ്ടിട്ട് അവർക്ക് തിന്മാൻ കൊടുക്കുകയോ എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പോയി 200 വെള്ളിക്കാശിന് വേണം. അപ്പോൾ അവൻ അവരോട്, നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട് ചെന്ന് നോക്കുവിനെന്ന് പറഞ്ഞു. അവൻ നോക്കിയിട്ട് 2 മീനും 5 അവർ നോക്കിയിട്ട് 2 മീനും ഉണ്ട് എന്ന് പറഞ്ഞു. 5 അപ്പവും 2 മീനും ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരോട് എല്ലാവരെയും പച്ചപ്പുല്ലിൽ പന്തിയായി ഇരുത്തുവാൻ കൽപ്പിച്ചു. അവർ 100ഉം 50ഉം വീതം നിരനിരയായിരുന്നു. അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി അവർക്ക് വിളമ്പുവാൻ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ആ 2 മീനും എല്ലാവരും വിഭാഗിച്ച് കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. കഷ്ണങ്ങളും മീൻ നുറുക്കും 12 കൊട്ട നിറച്ചെടുത്തു. അപ്പം തിന്നവരോ 5000 പുരുഷന്മാരായിരുന്നു. അപ്പോൾ അപ്പം തിന്നവർ 5000 പുരുഷന്മാരായിരുന്നു. യേശു കടലിൻ മീതെ നടക്കുന്നു. താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ തൻ്റെ ശിഷ്യന്മാരെ ഉടനെ പടക് കയറി അക്കരെ ബേത്സയിലേക്ക് നേരെ മുന്നോടുവാൻ നിർബന്ധിച്ചു. അവരെ പറഞ്ഞയച്ച് വിട്ട ശേഷം താൻ പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി. വൈകുന്നേരം ആകൊണ്ട് പടക് കടലിൻ്റെ നടുവിലും താൻ ഏകനായി കരയിലുമായിരുന്നു. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ട് വലിച്ച് വലയുന്നത് അവൻ കണ്ടു. ഏകദേശം നാലാം യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്നു.
കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്നു. അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു. അവർ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതമെന്ന് അവൻ നിലവിളിച്ചു. എല്ലാവരും അവനെ കണ്ട് ഭ്രമിച്ചു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു. ധൈര്യപ്പെടുവിൻ, ഞാൻ തന്നെയാകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്ന് പടകിൽ കയറി കാറ്റമർന്നു. അവർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ചാശ്ചര്യപ്പെട്ടു. അവരുടെ ഹൃദയം കടുത്തിരുന്നുകൊണ്ട് അപ്പത്തിന്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല. പവിത്ര ആത്മാ मुझे ले जाओ प्रभु का चरणों में, पवित्र आत्मा यीशु ही मार्ग है, यीशु ही सत्य है, यीशु ही जीवन है, यीशु मेरा प्रभु। सिर्फ तेरे लिए प्रभु, तेरे लिए, सिर्फ तेरे लिए प्रभु, तेरे लिए, सिर्फ तेरे लिए प्रभु, तेरे लिए मैं हाथ उठाता हूँ। पवित्र आत्मा, पवित्र आत्मा, मुझे ले जाओ प्रभु का चरणों में, पवित्र आत्मा, यीशु ही मार्ग है, यीशु ही सत्य है, यीशु ही जीवन है, यीशु मेरा प्रभु। हमारे स्वर्गीय पिता, इस समय के धन्यवाद करता हूँ प्रभु। आप कितना महान है। आप मनुष्य को सारे बातों में प्रभु आपका काम किया। आपका अनुग्रह के धन्यवाद, आपका अभिषेक है, आपका देश के लिए धन्यवाद। हम सब लोग आपका हाथों में सब देता पिता परमेश्वर, हमारा नाना मुन्ना बच्चों के धन्यवाद प्रभु। आपका अभिषेक प्रभु, आपका उद्देश्य के लिए आपका अभिषेक है, धन्यवाद करता हूँ। धन्यवाद प्रभु, धन्यवाद प्रभु। Thank you Lord, Father God, we praise your holy name. Thank you Lord, thank you Lord, let your name be glorified. പവിത്ര ആത്മാ, അവൻ അക്കരെ എത്തി ഗന്നസരേത്ത് ദേശത്ത് അണഞ്ഞു. അവർ പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ജനങ്ങൾ അവനെ അറിഞ്ഞു. ആ നാട്ടിൽ ഒക്കെയും ചുറ്റി ഓടി. അവൻ ഉണ്ട് എന്ന് കേൾക്കുന്ന ഇടത്തേക്ക് ദീനക്കാരെ കിടക്കയിൽ നിന്ന് അവൻ ഉണ്ട് എന്ന് കേൾക്കുന്ന ഇടത്തേക്ക് നീ ദീനക്കാരെ കിടക്കയിൽ എടുത്തും കൊണ്ട് വന്നു. ഊരുകളിലോ പട്ടണങ്ങളിലോ കടകളിലോ കുടികളിലോ അവൻ ചെന്നിടത്തൊക്കെയും അവർ ചന്തകൾ രോഗികളെ കൊണ്ടുവന്ന് വെച്ചു. I just have feeling while I was in while I was in Punjab, do you know, when the pastor Sunil used to take me to villages. So when we are going വില്ലേജുകളിലോട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ രോഗികളെ കിടക്കയിലൊക്കെ ആളുകൾ എടുത്തുകൊണ്ട് വരും. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, കിടക്കയിലൊക്കെ. അപ്പോൾ ആദ്യമൊക്കെ എനിക്കൊരു അല്പം സംശയം തോന്നും, പക്ഷേ ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ടു പ്രേ. അവർ രോഗികളായവരെയൊക്കെ കിടക്കയിൽ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. യേശു ക്രിസ്തു നിലയൊന്നും എന്നേക്ക് അന്യനാണ്. നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടെ, ദൈവത്തിൻ്റെ നിറവിനാൽ നിറയപ്പെടട്ടെ. ദൈവകൃപയുള്ള മനുഷ്യ ജീവിതങ്ങളെല്ലാം ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ നമുക്ക് ആശ്രയിക്കാം.
आत्मा, Father God, पवित्र आत्मा, बाबू तकिनता, मुझे ले जाओ प्रभु का चरणों में, പവിത്ര ആത്മാ. ഊരുകളിലും പട്ടണങ്ങളിലും കുടിലുകളിലോ അവർ ചെന്നിടത്തൊക്കെയും അവർ ചന്തകൾ രോഗികളെ കൊണ്ട് വന്ന് വെച്ചു. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ ഇങ്ങനെ തൊടയണന് അപേക്ഷിച്ചു. അവനെ തൊട്ടവർക്കൊക്കെയും സൗഖ്യം വരികയും. അപ്പോൾ ക്രിസ്തുവിനെ തൊടുവാൻ ആഗ്രഹിക്കുന്നവർ, ക്രിസ്തു തൊട്ടവർ, ക്രിസ്തുവിനെ തൊടവര്. അപ്പോൾ വ്യത്യസ്തമായ ഒരു തലമുണ്ട്. അപ്പോൾ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവത്തിൻ്റെ സഹിഷ്ണുതയിലും ദൈവത്തിൻ്റെ കൃപയിലും ഒക്കെ നമുക്ക് ദൈവം നമ്മെ തൊടുവാൻ, ദൈവകൃപ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാഹചര്യങ്ങളെല്ലാം ദൈവം തന്നെ തുടങ്ങുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദി പറയുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തും. എനിക്ക് സഹായം ഇവിടെ നിന്ന് വരും. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവ എന്ന് വരുന്നു. നിന്നെ കാക്കും മയങ്ങിയില്ല, ഉറങ്ങിയില്ല. യഹോവ നിന്റെ പരിപാലനം, യഹോവ നിന്റെ വലത്തു ഭാഗത്ത്. നിനക്ക് തങ്ങൾ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും ബാധിക്കില്ല. ദോഷം തട്ടാതെ നിന്റെ പരിപാലനം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ ഇതിന് ദൈവങ്ങളെ കേൾപ്പിക്കുന്നു. ഞങ്ങളെ ഏൽപ്പിക്കപ്പെട്ട എല്ലാ ദൈവിക നന്മകൾക്കായി നന്ദി പിതാവേ. Thank you, Father, for all blessing upon us. Continue to bless us, fill us with your spirit. Thank you, Father. In Jesus' name we pray. Amen, amen. Okay, ഞാൻ പകുതി ഉറങ്ങിപ്പോയി.